കമ്പനി പറയുന്ന പോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് 0 to 60 ഫാസ്റ്റസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഹലോ, വെൽക്കം ബാക്ക് ടു ക്രിസ് മച്ചാൻസ് ഓട്ടോ വ്ളോഗ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു കിട്ടിലൻ മെഷീനായിട്ടാണ്. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ഈ വണ്ടി നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ബജാജ് N125. വണ്ടി എന്ന് പറയുന്നത് ബെസ്റ്റ് ഇൻ ക്ലാസ് പവർ ടു വെയിറ്റ് റേഷ്യോയുടെ ഉപരി ബെസ്റ്റ് ഇൻ ക്ലാസ് അജിലിറ്റി ഉള്ളൊരു വണ്ടിയും കൂടെയാണ്. ഇറ്റ് ഈസ് എ നേക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. ഈ വണ്ടിയുടെ കോമ്പറ്റീറ്ററായിട്ടുള്ള ഹീറോ എക്സ്ട്രീം 125ൻ്റെ കമ്പാരിസണൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പം എങ്ങനെയുള്ള ഒരു വണ്ടി എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് തന്നെയാണ്. ഒരു സിമെട്രിക്കൽ LED ഹെഡ് ലാംപ്സ് ആണ് വന്നിരിക്കുന്നത്. നല്ല സ്റ്റൈലായിട്ടുണ്ട്. ഒരു ആനിമലിൻ്റെയൊക്കെ ഒരു ഫേസ് പോലെയാണ് വന്നിരിക്കുന്നത്. ടേൺ ബ്ലിങ്കേഴ്സ് വന്നിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി സ്ലിം അല്ല, നല്ല കോമ്പാക്റ്റ് ആയിട്ടുണ്ട്. താഴേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ലിപ്പ് പോലെയൊക്കെ കാണാം, പക്ഷെ നല്ല രസമുണ്ട് അത് ചെയ്തിരിക്കുന്നത്. പുതിയ വണ്ടി N125 ശരിക്കും മൊത്തത്തിൽ ഒരു ഗ്രാഫിക് ഡിസൈനൊക്കെ കൊണ്ടുവന്ന് അടിപൊളിയാക്കിയിരിക്കുകയാണ്. 125cc മാത്രമേ വരുന്നുള്ളൂ. വണ്ടിയുടെ പെർഫോമൻസ് കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ പറയുന്നുണ്ട്. റൈഡ് റിവ്യൂവിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഫ്രണ്ടിൽ മഡ് ഗാർഡ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. ടെലിസ്കോപ്പിക് സസ്പെൻഷൻ്റെ മുകളിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പെസിഫിക് ഡിസൈൻ കൊണ്ടുവന്നിട്ട് ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. 240 mm ഒരു ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. 30 mm ടെലിസ്കോപ്പിക് സസ്പെൻഷനും വരുന്നുണ്ട്. അപ്പോൾ ഒന്നും പറയാനില്ല. നല്ല ഫ്രണ്ട് സൈഡ് വളരെ നീറ്റ് ആൻഡ് പെർഫെക്റ്റ് സ്ലിം സ്ലീക്കി ഡിസൈൻ, ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ടയർ സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 80/117 സൈസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടയറിൻ്റെ സ്പെഷ്യാലിറ്റിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. ബാലൻസിങ് എങ്ങനെയുണ്ട്, കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ചെറിയ റിഫ്ലക്ടർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല സപ്പോർട്ടൊക്കെ കേബിൾസിലെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ സൈഡ് പോർഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബജാജ് പൾസർ എന്നുള്ള രീതിയിൽ പൾസറിൻ്റെ ഒരു 3D ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ബാഡ്ജിങ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നും പറയാനില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഷാർപ്പായിട്ടുള്ള ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. വിച്ച് ഈസ് എൻ എയറോഡൈനാമിക് ഡിസൈൻ വിച്ച് ഈസ് ക്രാഫ്റ്റഡ് ഫോർ എക്സലറേറ്റിംഗ് സിറ്റി റൈഡ്സ്. ശ്രദ്ധിച്ചാൽ മതി, എല്ലാം ഷാർപ്പ് എൻഡ്സാണ്. നമുക്ക് എയറോഡൈനാമിക് എയർ ഇങ്ങനെ ഷാർപ്പായിട്ട് തട്ടി തെറിച്ച് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി ആയിട്ട് വണ്ടി പോകാൻ പറ്റുമെന്നുള്ളതാണ്. വളരെ ഷാർപ്പ് ഡിസൈൻ. അതുപോലെ തന്നെ ടാങ്കാണ് എനിക്ക് എപ്പോഴും ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. എനിക്ക് 2-3 ഡ്രോബാക്സ് തോന്നിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ ഒരു ടാങ്ക് തന്നെയാണ്. ഓൺലി 9.5 ലിറ്റേഴ്സിൻ്റെ ഫ്യൂവൽ ടാങ്കാണ് വരുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വേറെ ഡിസൈൻസ് ഒന്നും വരുന്നില്ല. ഇവിടെ പൾസർ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സഗണൽ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൈലായിട്ടുണ്ട് ഒരു എക്സഗണൽ ഗ്രാഫിക്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവിടെ പൾസർ എന്നൊക്കെ കൊടുത്തിരിക്കുന്നു. ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഒരു കിക്ക് കാണാം, എൻജിൻ കാണാം. എൻജിൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത്. ഫുഡ് സ്റ്റെപ്സ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു ഫുഡ് സ്റ്റെപ്സ് വന്നിട്ടുണ്ട്. നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സീറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല, ടാമ്പിൾ സീറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ല കവറേജ് കിട്ടുന്ന ഒരു സീറ്റ് തന്നെയാണ്. പില്ലിയൻ സീറ്റും അത്യാവശ്യം നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ലേഡീസിനൊക്കെ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയുള്ള സീറ്റാണ്. ആവശ്യമുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു നല്ല ഡിസൈൻ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 125ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈൻ തന്നെയാണ് കേട്ടോ. നേരത്തെ കണ്ടുവന്നിരിക്കുന്ന 125cc വണ്ടികളിലൊക്കെ ഉള്ള പോലത്തെ എൻജിൻ തന്നെയാണെങ്കിൽ പോലും മൊത്തത്തിൽ ഗ്രാഫിക്സ് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളൊരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയാണ് ഈ പൾസർ എന്ന് പറയുന്നത്. അതും N125. അപ്പോൾ അതിനകത്ത് ഒത്തിരി പ്രത്യേകതകളെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിയുടെ മൈലേജ് തന്നെയാണ്. വണ്ടിക്ക് 60 kmpl മൈലേജാണ് വണ്ടിക്ക് മൈലേജ് പറയുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു മോർ ദാൻ ഇനഫ്. ഒരു 125cc വണ്ടിയെ സംബന്ധിച്ച് 60 kmpl കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ നിങ്ങൾക്കൊരു റൈഡ് പോകണോ, നിങ്ങൾക്കൊരു ഓഫീസിലൊരു ട്രാഫിക് ബീറ്റ് ചെയ്ത് പോകണോ, അതിനൊക്കെ വന്ന ബെസ്റ്റ് ചോയ്സാണ് നമ്മുടെ ഈ ബജാജിൻ്റെ N125 എന്ന് പറയുന്ന ഈ ഒരു വെഹിക്കിൾ. ബാക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു ഗ്രാബ് റെയിൽ കാണാം. അതും നല്ല ഒരു സ്റ്റൈലിഷ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ടെയിൽ ലാമ്പ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഒന്നും പറയാനുള്ള ഒരു നൈസ് ഒരു ഫ്ലാറ്റ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു റിഫ്ലക്ടർ വരുന്നുണ്ട്, ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഒരു മഡ് ഗാർഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡേർട്ടൊക്കെ വരാതുള്ള ഒരു രീതിയിലാണ് കാണുന്നത്.
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഒരു വൈറ്റ് ടയേഴ്സ് തന്നെയാണ്. ഈ ടയറിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്, കോർണറിങ് കേപ്പബിലിറ്റി ഉള്ളൊരു ടയറും കൂടെയാണ്. നമുക്ക് അതുകൊണ്ട് സേഫായിട്ട് നമുക്ക് കോർണർ ചെയ്യാം. വണ്ടിയുടെ ടയർ വന്നിരിക്കുന്നത് MRFൻ്റെ സാപ്പർ ടയർ തന്നെയാണ് വന്നിരിക്കുന്നത്. ടയർ സൈസ് വരുവാണെന്നുണ്ടെങ്കിൽ 110/80 R17 ആണ് സൈസ് വരുന്നത്. ഇനി എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു സസ്പെൻഷനെ കുറിച്ച് തന്നെയാണ്. സെൻട്രൽ വരുന്നത് മോണോഷോക്കാണ് അവിടെ വരുന്ന സസ്പെൻഷൻ വരുന്നത്. ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. ബാക്ക് ബ്രേക്ക് വരുന്നത് ഡ്രം ബ്രേക്കാണ്. 130 mm ഒരു ഡ്രം ബ്രേക്ക് തന്നെയാണ് വരുന്നത്. ബാക്കും അലോയി ആണ് വരുന്നത്. മൊത്തത്തിൽ അലോയി ആണെന്നുള്ള ഒരു ബ്ലാക്ക് ഇതിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള അലോയി ആണ്. നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല സ്റ്റൈലിഷ് അലോയും കൂടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുത്തിയത് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് തന്നെയാണ്. വണ്ടിക്ക് 795 mm സീറ്റ് ഹൈറ്റ് ആണ് വരുന്നത്. അപ്പം ഞാനത് ഇരുന്ന് കാണിക്കുന്നുണ്ട്. വണ്ടിയുടെ നമുക്ക് എക്സോ സൗണ്ടൊക്കെ നമുക്കൊന്ന് കാണണ്ടേ, നമുക്കൊന്ന് കേട്ടിട്ട് ബാക്കി നോക്കാം. വണ്ടിയുടെ വീൽ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1295 mm ആണ് വണ്ടിയുടെ വീൽ ബേസ് വരുന്നത്. 198 mm ഗ്രൗണ്ട് ക്ലിയറൻസും ഈ വണ്ടിക്ക് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ചാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ഇതാണ് ഒരു ഫ്ലോട്ടിംഗ് പാനൽ. ഫ്ലോട്ടിംഗ് പാനൽ ശരിക്കും ഉപയോഗിക്കുന്നത് നമ്മൾ ട്രാഫിക്കിനെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എയറിനെ ഇങ്ങനെ തട്ടി തെറിച്ച് പോകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എവിടെ കൂടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്നുള്ളതാണ് ഈ ഒരു ഡിസൈൻ്റെ പ്രത്യേകത. സോ ദിസ് ഈസ് ദ ഫ്ലോട്ടിംഗ് പാനൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഡിസൈൻസ് കാര്യങ്ങളെല്ലാം. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീക്കി ഡിസൈനാണ് പുറകോട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സോ ഞാനൊന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാണ്. ഈ വണ്ടിക്ക് വരുന്നത് ISG ടെക്നോളജിയാണ്. ISG ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ. വണ്ടി വരുന്നത് 2 ഓപ്ഷനിലാണ്. അതിനകത്ത് LED ഡിസ്ക് BT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LED ഉണ്ടാവും, ഫ്രണ്ട് ഡിസ്ക് ഉണ്ടാവും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ടാവും. 2 പറയുന്നത് LED ഡിസ്ക്. അപ്പോൾ അതിനകത്ത് ബ്ലൂടൂത്ത് ഉണ്ടാവില്ല. 2 വേരിയൻറ്റിലാണ് വരുന്നത്. ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഇല്ലാത്ത ഒരു മോഡലാണ് വരിക. അപ്പോൾ സെക്കൻഡ് എന്ന് പറയുന്നത് ബ്ലൂടൂത്ത് ഉള്ള മോഡലാണ് വരിക. നമുക്ക് ഈ ബ്ലൂടൂത്ത് വെച്ച് മൊബൈലിലുള്ള മിസ് കോൾ അലേർട്ട്, മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലുള്ള നമുക്ക് കോൾസ് അക്സെപ്റ്റ്സ്, റിജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മൊബൈൽ ത്രൂ നമുക്ക് കണക്ട് ചെയ്ത് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷൻ നമ്മുടെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അത് ആദ്യത്തെ വേരിയൻറ്റിൽ നമുക്ക് വരുന്നത് ഒരു ചെറിയ സ്ക്രീനാണ് വരിക. സെക്കൻഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ ഒന്നുകൂടെ ചേഞ്ച് ആവും, കുറച്ചുകൂടെ ബിഗ് സൈസ് ആവും. അതാണ് സെക്കൻഡ് വേരിയൻറ്റിലുള്ളത്. അതിൻ്റെ പ്രൈസ് കാര്യങ്ങളിലേക്ക് ഞാൻ എത്തുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് വരുന്നത് 795 mm ആണ്. ഓൾമോസ്റ്റ് ഓൾ വണ്ടിക്കും ആ ഒരു നോർമൽ സീറ്റ് ഹൈറ്റ് തന്നെയാണ് വരുന്നത്. നമ്മുടെ ബജാജ് പൾസർ N125 സെയിം സീറ്റ് ഹൈറ്റ് തന്നെയാണ്. കാലൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ടിപ് ടോ ഒന്നുമല്ല, നമുക്ക് കംപ്ലീറ്റ്ലി എൻ്റെ ഫ്ലാറ്റ് സർഫസ് ആയിട്ട് തന്നെ എനിക്ക് കറക്റ്റ് ഫ്ലാറ്റ് ഫുട്ടായിട്ടാണ് നിൽക്കുന്നത്. നല്ല രീതിയിൽ കാല് കുത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി ബൈ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ടൈമും കൂടെയാണ് ഈ 2025 ഒരു ന്യൂ ഇയർ ടൈം എന്ന് പറയുന്നത്. കാരണം നല്ല ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കോട്ടയം, ചാനാശ്ശേരി അങ്ങനെയുള്ള അടുത്തുള്ളവർ, നല്ല വൈക്കം ഇവരൊക്കെ ഉള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ വിളിച്ചു. കാരണം ബെസ്റ്റ് ഓഫേഴ്സ് അവൈലബിൾ ആണ്. റോയൽ ബജാജ് അവർക്ക് ഇഷ്ടംപോലെ ബ്രാഞ്ചസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നല്ല ഓഫേഴ്സ് ലഭിക്കുന്നതാണ്. നമ്മുടെ ഹാൻഡിൽസിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഹാൻഡിൽസിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ആസ് യൂഷ്വൽ നല്ലൊരു നോർമൽ ഒരു ഹാൻഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു ഡിസ്പ്ലേയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഒരു M സ്വിച്ച് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു പാസിംഗ് സ്വിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹെഡ് ലൈറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ഹോൺ വന്നിട്ടുണ്ട്. നല്ല ഗ്രിപ്പുള്ള ഒരു ഹാൻഡിൽ തന്നെയാണ്. ക്ലച്ചിൻ്റെ സ്മൂത്ത്നെസ് കാര്യങ്ങളൊക്കെ ഞാൻ റൈഡ് റിവ്യൂവിൽ പറയുന്നുണ്ട്. ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ലീക്കി ആയിട്ടുള്ള നല്ലൊരു ഡിസ്പ്ലേ. അത്യാവശ്യം വെട്ടം ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു സണ്ണിൻ്റെ അടിയിലാണെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് കാണാവുന്ന രീതിയിലാണ് ഒരു അറേഞ്ച്മെൻറ്റ്. ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു നൈസായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. ഒരു LCD ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ISG വരുന്നത്. ഇവിടെ നമുക്ക് ട്രാഫിക്കിൽ നമുക്ക് വണ്ടി പോയി നിൽക്കുകയാണ്, പെട്ടെന്ന് വണ്ടി ഓഫാവും ഫോർ സേവിങ് യുവർ ഫ്യൂവൽ. അപ്പോൾ അത് നമ്മുടെ വണ്ടിയുടെ ആ ഒരു എക്കോണമി കൂട്ടുന്ന തന്നെ അല്ലെങ്കിൽ മൈലേജിനെ തന്നെ കൺട്രോൾ ചെയ്യുന്നതും പിന്നെ മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ലൈഫ് തന്നെ വ്യത്യാസം വരുന്ന ഒരു സംഭവം കൂടെയാണ് ISG. അതിനേക്കാളുപരി ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടിക്കും കാര്യങ്ങൾ പറയുന്ന പോലെ തന്നെ വളരെ സൈലൻറ്റ് സ്റ്റാർട്ടായിരിക്കും. അപ്പോൾ വണ്ടി വളരെ സൈലൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫുൾ ഓപ്ഷനിൽ മാത്രമേ നമുക്ക് അതിൽ വരുന്നുള്ളൂ.
പിന്നെ ഇത് നമ്മുടെ ആ ഒരു ഇഗ്നീഷൻ വരുന്നുണ്ട്, നല്ലൊരു ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആസ് യൂഷ്വൽ കോംബി ബ്രേക്ക് കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. 9.5 ലിറ്റേഴ്സിൻ്റെ ടാങ്കാണ് വരുന്നത്. ഇനിയും എല്ലാവർക്കും അറിയേണ്ടത് വണ്ടിയുടെ പ്രൈസിങ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വണ്ടിയുടെ പ്രൈസ് എന്താണെന്നോ, ബേസ് വേരിയൻ്റ് പ്രൈസ് വരുന്നത് 1,10,59 മാത്രമേ വരുന്നുള്ളൂ. ഫുൾ ഓപ്ഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4,000 to 5,000 രൂപ മാത്രമേ കൂടുന്നുള്ളൂ. സോ ഐ സജസ്റ്റ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ഫുൾ ഓപ്ഷൻ എടുക്കാൻ മാത്രമേ ഞാൻ പറയുള്ളൂ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇത് വേണ്ട എന്ന് തോന്നുവാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബേസ് വേരിയൻ്റ് നോക്കാവുള്ളൂ. അല്ലാത്ത പക്ഷം ഉറപ്പായിട്ട് ഫുൾ ഓപ്ഷൻ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ചെറിയ എമൗണ്ട് വ്യത്യാസമുള്ളൂ. ഓൺ റോഡിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ 1,26,000 1,33,000 ആ ഒരു ഡിഫറൻസ് ഒക്കെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെന്തായാലും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ നിന്നാണ് കിട്ടുക. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈസിങ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. പക്ഷേ ചെറിയ ഓരോ സമയം ടൈം ബൈ ടൈം ആയിട്ട് റേറ്റൊക്കെ ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് വിലഭാഗമൊക്കെ അവരാണ് പറയുക. സോ ഇപ്പോൾ തന്നെ ഒന്ന് വിളിച്ച് നോക്കുക. ഈ വണ്ടി ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്നുള്ളതാണ്. വണ്ടി ബുക്ക് ചെയ്യാൻ വളരെ ഈസിയാണ്. 10,000 to 15,000 ആണ് ഇതിൻ്റെ ഒരു പേയ്മെൻറ്റ്, ഇനീഷ്യൽ പേയ്മെൻറ്റ് വരുന്നത്. അതിന് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പം 10,000 to 15,000 മാത്രമേ വരുന്നുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. പിന്നെ നല്ല ലോൺസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് എല്ലാം നമുക്ക് ഈ നമ്പറിൽ വിളിച്ച് അറിയാൻ പറ്റുന്നതാണ്. നമ്മളിനി കാണാൻ പോകുന്ന വണ്ടിയുടെ റൈഡ് റിവ്യൂ ആണ്. സോ റൈഡ് റിവ്യൂവിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, എൻ്റെ ഫുൾ ഡീറ്റെയിൽ പറയുന്നുണ്ട്. കണ്ടോ, വണ്ടി വളരെ സൈലൻറ്റ് സ്റ്റാർട്ടും കൂടെയാണ്. ഈ വണ്ടിക്ക് കിക്ക് സ്റ്റാർട്ട് വരുന്നുണ്ട്. നമുക്ക് എൻ്റെ 2 ഓപ്ഷനിലും കിക്ക് സ്റ്റാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല സെൽഫ് സ്റ്റാർട്ടും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് വണ്ടി എടുത്ത് പോകാം. പിന്നെ സൈലൻറ്റ് സ്റ്റാർട്ടും കൂടെയാണ്. ഈ വണ്ടി റൈഡ് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നത്. എനിക്കൊരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് ഒരു പുള്ളിങ് ഉള്ള ഒരു വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ഇനീഷ്യൽ ടോർക്ക് എനിക്ക് അത്ര ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് കംഫർട്ടബിൾ ഫോർ എ 125cc ബൈക്ക്. അപ്പോൾ 125cc ബൈക്കാണ് ആ ഒരു ലെവലിൽ നോക്കുകയാണെന്ന് ഇറ്റ്സ് ഓക്കെ. അവർ ശരിക്കും ഇങ്ങനെ ട്യൂൺ ചെയ്തിരിക്കുന്ന ശരിക്കും ഒരു മൈലേജ് ഓറിയൻറ്റഡ് ഒരു വണ്ടി ആക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. സോ ഇറ്റ്സ് റൈഡ് ക്വാളിറ്റി ഈസ് എക്സലൻറ്റ്. റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു 125 കിലോ മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു റൈഡിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡ് കിട്ടുന്നുണ്ട്. ബാലൻസിങ് ഈസ് അബ്സല്യൂട്ട്ലി പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഇറ്റ്സ് ഓക്കെ. നമുക്ക് ബാലൻസിങ് ആവശ്യമുള്ള ബാലൻസിങ് കിട്ടുന്നുണ്ട്. കോർണറിങ്ങിൽ നമുക്ക് ഇതിൻ്റെ ബാക്ക് MRF സാപ്പറേറ്റ് ടയർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വൈഡ് ടയർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ല ഗ്രിപ്പ് കിട്ടുന്നുണ്ട്. കോർണറിങ് വലിയ സേഫ്റ്റി കുറവൊന്നുമില്ല. ഹാൻഡിലിംഗ് ഈസ് എക്സലൻറ്റ്. നല്ലൊരു ഹാൻഡിലിംഗ് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലച്ച് അത്യാവശ്യം ലൈറ്റർ തന്നെയാണ് ക്ലച്ച് വരിക. പിന്നെ നല്ലൊരു ആക്സലറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഗിയർ ഷിഫ്റ്റ്സൊക്കെ അത്യാവശ്യം സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ നോർമൽ പൾസർ NSലൊക്കെ ഉള്ള പോലെ തന്നെ ഒരു ഗിയർ ഷിഫ്റ്റിങ് തന്നെയാണ് അതിനകത്ത് കാണുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വണ്ടിയുടെ സസ്പെൻഷൻ തന്നെയാണ്. എക്സലൻറ്റ് സസ്പെൻഷനാണ്. നിങ്ങൾ ഈ വണ്ടി ടെസ്റ്റ് റൈഡ് ചെയ്ത് നോക്കണം. അതിനകത്ത് എനിക്ക് ആ സസ്പെൻഷൻ്റെ ക്വാളിറ്റി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ആ ഒരു ടെറൈൻസിലൂടെ ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ ഒരു ടെറൈനിലൂടെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ഫീലാണ് കിട്ടുന്നത്. ഞാൻ ബാക്കിലും ആളെ ഇരുത്തി സഞ്ചരിച്ചു. അപ്പോൾ അവിടെ നല്ല കംഫർട്ടാണ്. ഒരു ഫീഡ്ബാക്ക് എടുത്തപ്പോഴും നല്ല കംഫർട്ടാണ് പറയുന്നത്. ആ റൈഡ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ട്രാഫിക്കിനെ ബീറ്റ് ചെയ്തൊരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ഒരു എന്താ പറയുന്ന ഒരു വീക്കെൻഡ് ട്രിപ്പിലൊക്കെ പോകാൻ പറ്റുന്നൊരു വണ്ടി ആ ഒരു രീതിയിലാണ് നമുക്ക് മൊത്തത്തിൽ വരുന്നത്. സോ സച്ച് എ ഗുഡ് മെഷീൻ. അതാണ്ട് റൈഡ് എനിക്ക് റിവ്യൂവിൽ പറയാനുള്ളത്. നല്ലൊരു വിഷന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ലൊരു റോഡ് പ്രസൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. നല്ല ഗ്രാഫിക്സാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഗ്രാഫിക്സ് എക്സലൻ്റ് ആയിട്ടുണ്ട് ഈ പ്രാവശ്യം. സോ നല്ല ലുക്സ് കാര്യങ്ങൾ മൊത്തത്തിൽ ഒരു 125cc സെഗ്മെൻറ്റിൽ കമ്പനി പറയുന്ന പോലെ തന്നെ ഫാസ്റ്റസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് 0 to 60 ഫാസ്റ്റസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു ഫീല് തന്നെ നമുക്ക് ആ റൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. ഉറപ്പായിട്ടും നല്ലൊരു ചോയ്സ് എടുക്കാൻ പറ്റുന്നതാണ്. 125 സെഗ്മെൻറ്റിൽ നല്ലൊരു ചോയ്സ് ആയിരിക്കും. വണ്ടിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. വണ്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് 124.5cc എഞ്ചിനാണ് വരുന്നത്. എയർ കൂൾഡ് എഞ്ചിനാണ്. 2 വാൽവ് എഞ്ചിനാണ് വരുന്നത്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് ഇതിനകത്ത് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻ്റ് ബ്ലൂടൂത്ത് വരുന്നു എന്നുള്ളതാണ്. ഡിസ്ക് ബ്രേക്കും വരുന്നുണ്ട്. ഫ്രണ്ടിലാണ് വരിക. ISG ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്റ്റാർട്ടർ ജനറേറ്റർ പ്ലസ് കിക്ക് ഓപ്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഗുണമാണ്.
സോ വണ്ടിയുടെ പവറിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ പവർ വരുന്നത് 12 PS അറ്റ് 8500 RPM ആൻഡ് ടോർക്ക് വരുന്നത് 11 Nm അറ്റ് 6000 RPM ആണ് വരുന്നത്. നല്ലൊരു പവർ തന്നെ വണ്ടിക്ക് വരുന്നുണ്ട്. ബെസ്റ്റ് ഇൻ ക്ലാസ് പവർ ടു വെയിറ്റ് റേഷ്യോ ആണ്, ഒന്നും പറയാനില്ല. നല്ലൊരു എഞ്ചിനും കൂടെയാണ്, ഉറപ്പായിട്ടും നല്ലൊരു ചോയ്സും കൂടെയാണ് ഈ വണ്ടി. ജസ്റ്റ് എന്തായാലും ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം, നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആണ്. സോ പൾസറും എക്സ്ട്രീമും നമ്മളൊരു കമ്പാരിസൺ നമുക്ക് അറിയേണ്ടതുണ്ട്. രണ്ടിനും 125 സെഗ്മെൻറ്റിൽ നല്ല മെഷീൻസ് ഉണ്ട്. പൾസറിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പവർ അത്യാവശ്യം കൂടുതലാണ് എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമൊന്നും പറയാനൊന്നുമില്ല. ടോർക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10.5 എക്സ്ട്രീമിന് വരുമ്പോൾ പൾസറിന് 11 Nm ആണ് വരുന്നത്. ഇപ്പോൾ ടോപ്പ് സ്പീഡ് വരുന്നത് പൾസറിന് 100 വരുമ്പോൾ ടോപ്പ് സ്പീഡ് എക്സ്ട്രീമിന് 95 ആണ്. പിന്നെ മൈലേജ് എക്സ്ട്രീമിന് കുറച്ച് അപ്പർ ഹാൻഡ് ഉണ്ട്. 66 പറയുമ്പോൾ കമ്പനി 60 ആണ് പൾസറിന് പറയുന്നത്. പക്ഷേ ഒരു റിയൽ മൈലേജ് പൾസറിന് 57 വരുമ്പോൾ എക്സ്ട്രീമിന് 59, 2 km/ലിറ്ററിൻ്റെ ഒരു വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ. വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൾസറിന് വെയിറ്റ് കുറവാണ്, എക്സ്ട്രീമിന് കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലുണ്ട്. 136 കിലോയാണ് എക്സ്ട്രീമിന് വരുന്നത്. അത് കുറച്ചുകൂടെ എനിക്കതുകൊണ്ട് ഒരു റോഡ് ഗ്രിപ്പിങ് എക്സ്ട്രീമിന് കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല. അതെന്ന് ചിലപ്പോൾ ഒന്ന് റൈഡ് ചെയ്ത് നോക്കേണ്ട ആവശ്യം വരും. പൾസറിന് 125 ഉള്ളതുകൊണ്ട് വെയിറ്റ് അല്പം കുറവാണ്. സീറ്റ് ഹൈറ്റ് രണ്ടിൻ്റെ ഏകദേശം സെയിം തന്നെയാണ്. 795 പൾസറിന് വരുമ്പോൾ എക്സ്ട്രീമിന് 794. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല വ്യത്യാസമുണ്ട്. പൾസറിന് കൂടുതലാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 198 വരുമ്പോൾ എക്സ്ട്രീമിന് 180 മാത്രമേ വരുന്നുള്ളൂ. വീൽ ബേസ് എക്സ്ട്രീമിന് കൂടുതലാണ്. 1319 വീൽ ബേസ് വരുമ്പോൾ പൾസറിന് 1295 മാത്രമേ വരുന്നുള്ളൂ. ഇതാണ് വണ്ടിയുടെ ഒരു കാര്യങ്ങൾ വരുന്നത്. പൾസറിന് 4 കളേഴ്സ് അവൈലബിൾ ആണ് എക്സ്ട്രീമിലും, അതുപോലെ തന്നെ മൾട്ടി കളേഴ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്മോൾ കമ്പാരിസൺ. എനിക്ക് മെയിനായിട്ടും തോന്നിയ ഒരു പോരായ്മകളൊന്നാണ് വണ്ടിയുടെ ആ ഒരു ഫ്രണ്ടിലെ ആ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷൻ്റെ അവിടുത്തെ ഒരു ബ്ലാങ്ക് ഏരിയ. അവിടെ കുറച്ചുകൂടി ഒരു ഗ്രാഫിക്സ് ആവാമായിരുന്നു എനിക്കെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വേണമെങ്കിൽ ആ ഒരു സസ്പെൻഷൻ്റെ അവിടെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഒരു ബ്ലാക്ക് ആയിട്ടാണ് നിൽക്കുന്നത് ആ ഫ്രണ്ട് ഏരിയ. പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ ആ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി തന്നെയാണ്. 9.5 ലിറ്റർ കുറഞ്ഞു പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു 12 ലിറ്റർ വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിരുന്നെങ്കിൽ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് തോന്നിയൊരു മെയിൻ പ്രോബ്ലം. വേണമെങ്കിൽ കുറച്ചുകൂടെ വെയിറ്റും കൂടെ ആവായിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു കോർണർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു സേഫ്റ്റി ഫീൽ ചെയ്തതിനായിട്ട് റോഡ് ഗ്രിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടെ വെയിറ്റും കൂടെ ആവാമായിരുന്നു എന്ന് തോന്നി. പക്ഷേ ഇറ്റ്സ് ഓക്കെ. അപ്പം റൈഡിൽ എനിക്ക് അത്ര പ്രശ്നം തോന്നിയില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന വണ്ടിയുടെ വാറണ്ടിയെക്കുറിച്ചാണ്. 5 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. വെയർ ആൻഡ് ടയർ അല്ലാത്ത കാര്യത്തിനെല്ലാം 5 വർഷം വാറണ്ടി അവൈലബിൾ ആണ്. സോ റോയൽ ബജാജ് എല്ലാവർക്കും അറിയാം, നമുക്ക് ഒരു ലെജൻഡറി ബൈക്കും കൂടെയാണ് പൾസർ എന്ന് പറയുന്നത്. സോ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് വെഹിക്കിളും കൂടെയാണ്. അപ്പോൾ ആ ഒരു വണ്ടിക്കൊക്കെ ഇത്രയും വാറണ്ടിയൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ട് ഒരു ബെസ്റ്റ് ബൈ തന്നെയാണ് ബജാജിൻ്റെ പൾസറിൻ്റെ എല്ലാ ഓപ്ഷൻസും. ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് മൈലേജും കൂടെ തരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ഈ വണ്ടി നമുക്കൊരു ചോയ്സ് എടുക്കാൻ പറ്റുന്നൊരു വണ്ടിയും കൂടെയാണ്. വണ്ടിയുടെ സർവീസ് 3 ഫ്രീ സർവീസാണ് വരുന്നത്. അപ് ടു 5000 വരെയാണ് അതിൻ്റെ ഫ്രീ സർവീസ് ആഫ്റ്റർ. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കിലോമീറ്ററോ അല്ലെങ്കിൽ 2 പറയുന്നത് നമ്മുടെ ആ ഒരു സമയം നിങ്ങൾ എപ്പോഴാണോ വണ്ടി ബൈ ചെയ്തത് അതനുസരിച്ചുള്ള ഡേറ്റ് അനുസരിച്ചാണ് വരിക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു സർവീസ് വാറണ്ടി കാര്യങ്ങൾ. സോ ഇന്ന് നമ്മൾ കണ്ടത് ബജാജ് പൾസർ N125 എന്ന് പറയുന്ന വെഹിക്കിളാണ്. ഒരു നല്ല ബ്യൂട്ടിഫുൾ വീഡിയോ ആയിരുന്നു. ഒത്തിരി ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ കരുതുന്നു. സോ ഇതുപോലുള്ള പല വണ്ടികളായിട്ട് നമ്മൾ എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. See you in the next video. Bye bye from Krish Macha.